പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം മുൻകരുതൽ അറസ്റ്റ് എന്ന പേരിൽ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഈ കരുതൽ തടങ്കൽ നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുള്ളതാണ്. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ നടത്തുന്നത്? മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര ഭയം? അദ്ദേഹം ഏത് ജില്ലകളിൽ പോയാലും, ഇന്നലെ ഇപ്പോൾ പെരുമ്പാവൂരിൽ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്, യൂത്ത് കോൺഗ്രസ് യോഗ ഒരു ഹോളിൽ. ആ യൂത്ത് കോൺഗ്രസ് യോഗത്തിൽ ചെന്ന് അവിടെയുള്ള മുഴുവൻ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവിടെ യോഗം ചേരാനുള്ള അവകാശം നിഷേധിച്ചിട്ടുണ്ടോ? യോഗം ചേരാൻ പാടില്ലേ? അതായത് മുഖ്യമന്ത്രി കുറേ കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ആ വഴിയിലൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗം ചേർന്നുകൊണ്ടിരുന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആളുകളെ ബലമായി പിടിച്ച് പോലീസ് കൊണ്ടുപോയത്. ഇനി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ പാടില്ലെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കരിങ്കൊടി ഒരു പ്രതിഷേധത്തിൻ്റെ അടയാളമാണ്. ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിലാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നികുതി നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് നടത്തിയ സമരം നിയമസഭയ്ക്ക് പുറത്താണ്. തീർച്ചയായും മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്കെതിരായിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കും. ഒരു കല്ലുപോലും എടുത്ത് വലിച്ചെറിഞ്ഞിട്ടില്ല ഇതുവരെ ആരും. ഒരു കല്ലുപോലും. CPM ആണെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിഞ്ഞ ആളാണ്. ഒരു കല്ല് പോലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനോ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ എറിഞ്ഞിട്ടില്ല. വഴിയരികിൽ നിന്ന് ഒരു കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്നതിനെ പോലും എന്തിനാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടി മാത്രമേ പ്രതിപക്ഷത്തിന് അറിയൂ കേരളത്തിൽ. അങ്ങനെ സത്യാഗ്രഹ സമരം മാത്രം അറിയാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷത്തിനെ ഭയപ്പെട്ട് എന്തിനാണ് 40 വണ്ടികളുടെ അകമ്പടിയോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്? ആരെ പേടിച്ചിട്ടാണ്? പിന്നെ ഇന്നലെ പറഞ്ഞു BJPയും കോൺഗ്രസും കൂടി ഒരുമിച്ചാണ് സമരം നടത്തുന്നതെന്ന്. ഇത് പഴയ ഓർമ്മയെ പറഞ്ഞതാണ്. അത് നമ്മുടെ സോളാർ കേസിലും ബാർക്കോഴ കേസിലും പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ട് BJPയുമായി ഒരുമിച്ച് ചേർന്ന് സമരം നടത്തിയതിൻ്റെ ഓർമ്മയിൽ പറഞ്ഞതാണ്. ഞങ്ങൾ BJPയായിട്ട് ചേർന്ന് ഒരു സമരവും നടത്തിയിട്ടില്ല. BJP ഇട്ടൊരു സമരം സർക്കാരിനെതിരെ കാര്യമായി നടത്തുന്നുമില്ല. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് അത് പ്രകടിപ്പിച്ചു. അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഞങ്ങൾ ശ്രമിച്ചു. അത് കേരളത്തിൻ്റെ ഇക്കോണമിയെ, കേരളത്തിൻ്റെ ഭാവിയെ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഗൗരവതരമായി ബാധിക്കുന്ന, അതിനെ പാളം തെറ്റിക്കുന്ന നടപടികളുമായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ജപ്തി നോട്ടീസുകൾ കേരളത്തിൽ പ്രവഹിക്കുകയാണ്. ഒരു ബജറ്റ് പുറത്തിറക്കുന്നതിന് മുമ്പ് അതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം കേരളത്തിൽ അന്വേഷിക്കണം. ഇപ്പോൾ ആത്മഹത്യകൾ പെരുകുകയാണ്. സർക്കാർ കടക്കണിയിലല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നിട്ട് എന്തിനാണ് ഒരു സാക്ഷരതാ പ്രേരക 6 മാസമായി ശമ്പളം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? ജപ്തി നോട്ടീസുകൾ ഉള്ളതുകൊണ്ട് ആളുകൾ ആത്മഹത്യയാണ്, കർഷകർ ആത്മഹത്യയാണ്. മുഖ്യമന്ത്രി കർഷക യോഗം അഭിസംബോധന ചെയ്യാൻ കോട്ടയത്ത് വന്നിരിക്കുക, UDFന് ബദൽ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു, 400 കോടി രൂപ കാർഷിക കടാശ്വാസ കമ്മീഷൻ കൊടുക്കാനുള്ളത് പ്രഖ്യാപിക്കണം. സർക്കാർ പറഞ്ഞ 170 രൂപ റബ്ബറിനെന്നുള്ളത് 250 രൂപ താങ്ങുവിലയായി റബ്ബറിൻ്റെ വർദ്ധിപ്പിക്കണം, അതുകൂടി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് ആസിയാൻ കരാർ നോക്കാനാണ്. ആസിയാൻ കരാർ നോക്കിയ ഈ പറഞ്ഞ കാർഷിക കടാശ്വാസ കമ്മീഷനിൽ അവർ നിശ്ചയിച്ച ഈ 400 കോടി രൂപയുടെ ആദായം കിട്ടുമോ? ആളുകളുടെ ആധാരം കോടതിയിലിരിക്കുകയാണ്, ബാങ്കുകളിലിരിക്കുകയാണ്. ഈ പൈസ കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ ഈ പണം കൂടി കിട്ടിയാലാണ് ആധാരം ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അത് 400 കോടി കൊടുക്കാൻ കാശില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കാശില്ല, ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ കാശില്ല. മുൻകാല പ്രാബല്യത്തിൽ അവരുടെ വേതനം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംസ്ഥാനത്തിൻ്റെ സ്ഥിതി. എന്നിട്ട് ആളുകളെ ഭയപ്പെടുത്തി കരുതൽ തടങ്കൽ, അറസ്റ്റ്. എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരു പെൺകുട്ടിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നടുറോഡിലൂടെ വലിച്ചു കൊണ്ടുപോയത്. ഇത്തരം ധിക്കാരങ്ങളൊന്നും കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ രീതിയിലാണ് പോലീസിനെ കൊണ്ട് ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ അതിന് ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങളും അതുപോലെ തന്നെ പ്രതികരിക്കും. പേടിച്ചോടി ഭയപ്പെട്ട് കരുതൽ തടങ്കലുണ്ടാവും, അറസ്റ്റുണ്ടാവും, റിമാൻഡുണ്ടാവും. 100 കണക്കിന് കേസുകളാണ് എടുക്കുന്നത്, ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ. എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതിപക്ഷ പ്രവർത്തകർ ഇപ്പോൾ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും. സമ്മർദ്ദം ചെലുത്തുകയാണ്. സമരം ചെയ്താൽ ഇയാളെ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ്.
തനിക്കെതിരായി നടക്കുന്ന സമരമാണ്, മാവോയിസ്റ്റുകളാണ് അതിൻ്റെ പുറകിൽ, അർബൻ നക്സലൈറ്റ് ആണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഭയം കൊണ്ട് ഭരിക്കുന്ന ഏകാധിപതിയായ ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സംസ്ഥാനത്ത് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കാലടിയിൽ മരുന്ന് വാങ്ങാൻ പോയ പാർക്ക് ചെയ്ത വണ്ടിയെ പേടിപ്പിക്കുക, പോലീസ് പേടിപ്പിക്കുക, കട ഉടമയെ പേടിപ്പിക്കുക, അവൻ്റെ കട അടപ്പിക്കുക. ഇതിൻ്റെ വെള്ളരിക്കപ്പെടണം കട അടപ്പിക്കാൻ മുഖ്യമന്ത്രി പോലീസും വിചാരിച്ച വന്ന് കട അടപ്പിക്കാൻ പറ്റും. മരുന്ന് വാങ്ങാൻ പോയ കൊച്ചിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും പോലീസ് സമ്മതിച്ചില്ല. മുഖ്യമന്ത്രി വഴി കൂടി യാത്ര ചെയ്ത ആ വഴി മുഴുവൻ ക്ലിയർ ചെയ്ത് ഒരാളെ കാണാൻ പാടില്ല എന്നുള്ള. കുറേ നാൾ അദ്ദേഹത്തിന് കറുപ്പിനോടായിരുന്നു ദേഷ്യം, കുറേ നാൾ. ഇപ്പോൾ വെളുത്ത വസ്ത്രം കണ്ട ഏത് കോൺഗ്രസ്സുകാരനെങ്ങാൻ വഴി കൂടി യാത്ര ചെയ്താൽ അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് നേരത്തെ. കാരണം നാളെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ കൂടി ഞങ്ങൾക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കേരളം മാറുകയാണ്. വിജനമായ വഴികളിലൂടെ, ജനങ്ങളെ കാണാതെ വിജനമായ വഴികളിലൂടെ യാത്ര ചെയ്യുള്ളെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുകയാണ്. വിജനമായ വഴി, ഒരാൾ പോലും അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിയിൽ ഉണ്ടാകാൻ പാടില്ല. വഴിയിലൊരു പോസ്റ്റിൻ്റെ താഴെ പോലും ഒരാൾ, ബസ് കാത്തു പോലും നിൽക്കാൻ പാടില്ല ഒരാളും എന്നുള്ള ലെവലിലേക്ക് പോവുകയാണ്. എവിടെയാണ് കേരളത്തിൻ്റെ സ്ഥിതി, എവിടെ എത്തി നിൽക്കുകയാണ്? എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര പേടി? ആരെയാണ് പേടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു കല്ല് പോലും അദ്ദേഹത്തെ വലിച്ചെറിയില്ല. അല്ല, അത് തീരുമാനിക്കും ഇപ്പോൾ എല്ലാ ഘടകകക്ഷികളും അവരവരുടെ സമരങ്ങൾ, യുവജന സംഘടനകൾ, അതുപോലെ മഹിളാ സംഘടനകൾ എല്ലാം അവരവരുടേതായ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. KPCC നാളെ രാത്രി ചേരുന്ന യോഗത്തിൽ അടുത്ത സമരപരിപാടി തീരുമാനിക്കും. അതുപോലെ UDF അടുത്ത സമരപരിപാടി തീരുമാനിക്കും. ഘടകകക്ഷികൾ എല്ലാവരും, യൂത്ത് ലീഗ് ഉൾപ്പെടെ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അവരെല്ലാം സമരരംഗത്താണ്. ഈ GST നടപ്പാക്കിയപ്പോണ്ടായ നഷ്ടപരിഹാരം കിട്ടാൻ വൈകുന്നത് കൊണ്ടാണ് ഇത്രയും നികുതി വർദ്ധിപ്പിക്കേണ്ടി വന്നതാണ് ഔദ്യോഗിക വിശദീകരണം. അത് അത്രമാത്രം വലിയ സാമ്പത്തിക ഇല്ലില്ല. GST കോമ്പൻസേഷൻ ഈ നമ്മുടെ മഹാമാരിയുടെ കാലത്ത് മാത്രമാണ് വൈകിട്ടുള്ളത്. ഇപ്പം ആകെ ബാക്കിയുള്ള അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 750 കോടി രൂപ താഴെ മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ പണവും കിട്ടിക്കഴിഞ്ഞു. മുഴുവൻ പണം ധനകാര്യമന്ത്രി തന്നെ നിയമസഭയിൽ എന്നോട് സമ്മതിച്ചതാണ്. ഇവർ പറയുന്നത് കള്ളത്തരമാണ്, ശരിയായ വസ്തുതകളല്ല. അതായത് ഇവരൊരു ക്യാപ്സ്യൂൾ കൊടുത്തിരിക്കുകയാണ്, അതായത് റവന്യൂ കമ്മിയുടെ ഗ്രാൻഡ് ഈ വർഷം 4000 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. ഇത് 4ാമത്തെ വർഷമാണ് വെട്ടിക്കുറച്ചു. അപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്ത് പറയുകയാണ്. 4ാമത്തെ വർഷം 4000 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. കഴിഞ്ഞ കൊല്ലം 13,000 കോടി കിട്ടിയതാണ്. സംഭവം എന്താ അറിയാം? ഫിനാൻസ് കമ്മീഷൻ ഇത് നിശ്ചയിക്കുന്നത്, റവന്യൂ കമ്മി ഗ്രാൻഡ് നിശ്ചയിക്കുന്നത് 5 കൊല്ലത്തേക്കാണ്. 53,000 കോടിയാണ് ടോട്ടൽ. ആദ്യത്തെ 3 വർഷം കൂടുതലാണ്, പിന്നെ അത് കുറയും. മൊത്തം വരുമ്പോൾ 53,000 കോടി കിട്ടും. അപ്പോൾ ആ 13,000 കോടിയിൽ നിന്ന് 4,000 കോടിയായപ്പോൾ മാറിയത് വെട്ടിക്കുറച്ചതല്ല, മൊത്തം 53,000 കോടി രൂപ. അത് കേരളത്തിന് വളരെ വലിയ ഗ്രാൻഡാണ്. UDF കാലത്തൊക്കെ കിട്ടിയതിൻ്റെ ഇരട്ടിയാണ്, വലിയ തുകയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അത് വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന് വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ രേഖകൾ കേരളം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ. അത് ധനകാര്യമന്ത്രി പറഞ്ഞതിലൊരു കൺഫ്യൂഷനുണ്ട്. ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ കോമ്പൻസേഷൻ്റെ കാര്യം എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതല്ല, ഞങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയായിരുന്നു.